ചേട്ടാ ദിസ് ഓയിൽ ഓയിലിംഗ് ദ ചിക്കൻ. ഇത് ഈ തോട്ട് ശരിയല്ല. ഞാൻ കാണിച്ചത് ഞാൻ കാണിച്ചത് തോട്ടിമാൻ പറിച്ചത്. അതെ, ഇതാണ് പ്ലാഞ്ഞിലി. കണ്ടോ, ഇതിന്റെ ഇലക്ക് പച്ചയും വെള്ളയും കളറാണ്. അതുകൊണ്ട് ഇതിന്റെ പേരയ്ക്കും പച്ചയും വെള്ളയും കളറായിരിക്കും. ഇത് നമ്മുടെ ഗ്രില്ല് ചെയ്ത, കുറച്ചു മുന്നേ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ. അതിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. കണ്ടോ, എല്ലാവരുടെയും പ്ലേറ്റ് കണ്ടോ, ഇച്ചിരി അതിനുള്ള സ്പേസ് ഇട്ടതാ അത്. ഓക്കെ, എന്റെ ഒരു തോരനുണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ ഉള്ള ഗസ്റ്റുകൾക്കെല്ലാം. ഞാൻ ഈ പറയുന്ന ഒന്നും സിൻസിയർ ആയിട്ട് എടുക്കരുത്, എനിക്കിതിനെ പറ്റി വിവരമില്ലല്ലോ. ഹായ്, ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ തന്നെ നിൽക്കുക. സുന്ദര എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും സുന്ദരനും മാത്രമല്ല, സുന്ദരന്റെ ഭാര്യ, അതായത് എന്റെ അമ്മയും ഞങ്ങള് പിള്ളേരെ സെറ്റ് എല്ലാവരും, ഞങ്ങൾ അങ്ങനെ എല്ലാരും കൂടെ ഒരു കുഞ്ഞി ട്രിപ്പ് അല്ലേ അച്ഛാ? നല്ല രസമുള്ള ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതെ, അച്ഛന്റെ അമ്മ വീടൊക്കെ ഇവിടെയാണ്. ഞങ്ങൾ പെരിങ്ങളത്താട്ടോ ഉള്ളത്. അച്ഛന്റെ അമ്മ വീടും അച്ഛന്റെ കുഞ്ഞിലത്തെ ഓർമ്മകൾ ഉണരുന്ന സ്ഥലമാണിത്. അതെ, ഇവിടുത്തെ അമ്മാവനുണ്ട്. ഇവിടുത്തെ അമ്മാവൻ അച്ഛന്റെ ഹീറോ ആയിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ ഹീറോ. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അമ്മാവന്റെ ആൾക്കാരാ. ഇവിടെ അമ്മാവനും അമ്മായും എല്ലാരെയും കൊണ്ട് കാണിച്ചു തരുന്നുണ്ട് നാളെ. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ ഈ സുന്ദരന്റെ ഒരു മിടുക്കുകൊണ്ട് രാത്രിയായി പോയി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം, അതെ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ജാതിക്ക ഹോം സ്റ്റേയിലാണ്. ഇവിടെ പ്ലാന്റേഷൻ ആൻഡ് ഹോം സ്റ്റേ ആണ് കേട്ടോ. നമ്മുടെ അമ്മാവനും അമ്മായിയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അല്ലേ? അതെ. ഈ അമ്മാവെന്ന് പറയുന്ന ആള് രസമുള്ള ഒരു അടിപൊളി മനുഷ്യൻ. രസം ലോകത്തുള്ള സകല ജീവജാലങ്ങളെ ഇണക്കി വളർത്തുമായിരുന്നു. പൂട്ടിയിടുവൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ നടക്കും. അന്നം വിട്ടു. അണ്ണാൻ മരത്തവന്റെ ഇറങ്ങി കൈ വന്നിരിക്കുന്നു, തത്ത പറന്ന് കിടക്കുന്നു. ഭയങ്കര മീനുകൾ ഈ ചുറ്റുപാട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വീടിന്റെ മണ്ടയിലുണ്ടല്ലോ, മുകളിൽ നിന്ന് എപ്പോഴും ഉറവുണ്ട്, വേനൽക്കാലത്ത് പോലത്തെ ഉറവുകളുണ്ട്. ആ ഉറവ കൊണ്ട് ഈ വീടിന്റെ ടെറസെ കൊണ്ട് ഇറക്കിയിട്ട് അതിനകത്ത് വലിയ മുഷികളെയൊക്കെ വളർത്തുക. അല്ലാത്ത ഇതിങ്ങളൊക്കെ വിളിക്കുമ്പോഴേ പോഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മളെ തിമിങ്ങലം പോലെ, അതായത് സ്രാവ് പോലെ ഇങ്ങനെ വരുക. എന്നിട്ട് ഇവിടുന്ന് ആ വെള്ളം, ചീത്ത വെള്ളം എടുത്ത് താഴേക്ക് കൊണ്ടുപോയി ജാതിക പോലുള്ള സാധനങ്ങൾ നനയ്ക്കും. അപ്പൊ ഓരോ പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഉണ്ടല്ലോ ഈ മീൻ, നമ്മുടെ ഈ ചുറ്റുപാടും റബ്ബർത്തോട്ടത്തിലെല്ലാം ഈ വെള്ളം കെട്ടിക്കിടന്നല്ല ഈ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പികളെ കൊണ്ടുവരും. നല്ല സുന്ദരം ഗപ്പികൾ. ആ മന്ദിരെല്ലാം പിടിച്ചിട്ട് വാളെല്ലാം പിടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 5 രൂപ 10 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു. സൈഡ് ബിസിനസ്. അങ്ങനെയാണ് അച്ഛൻ ഇതിനോടുള്ള പ്രാന്ത് വരുന്നത്. നമ്മുടെ വീട്ടിൽ അതൊക്കെ ഈ അമ്മ കാരണം പല സാധനവും ഞാൻ ഈ രീതിയാണ്. അതാ അച്ഛൻ അതറിയാലോ അല്ലെ? അച്ഛനെ പരിചയമുള്ള എല്ലാവർക്കും, അച്ഛനെ പരിചയമുള്ള ആരെന്നെ കണ്ടാലും മോളെ അച്ഛൻ ഇപ്പോഴും മറ്റേ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം എന്തോ ഉദ്ദേശിക്കുന്ന ഇവര്. സംഭവം ഇതാണ്, അച്ഛൻ എപ്പൊക്കെ വീട്ടിലുണ്ട് അപ്പൊക്കെ നിറച്ച് മീന്, പക്ഷികൾ എല്ലാത്തിനെയും വളർത്തും. അതിന്റെ ഇൻസ്പിറേഷൻ ഈ അമ്മാവനിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ വീടിന്, അത് നമുക്ക് ഒരു ദിവസം കാണിക്കണേ. നമ്മുടെ വീടിന്റെ പുറകെ നിറച്ച് മീനുകളോ നിറച്ച് അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് മൊത്തം മീനുകളാ. അപ്പൊ അച്ഛൻ പണ്ട് മീനെയൊക്കെ വിൽക്കുമായിരുന്നു, ഇങ്ങനെ ഗോൾഡ് ഫിഷ്, ഗപ്പി അങ്ങനെയെല്ലാം. അപ്പൊ അച്ഛൻ അറിഞ്ഞുകൊണ്ടിരുന്നത് തന്നെ അങ്ങനെ മറ്റേ ഗോൾഡ് ഫിഷ് ഒക്കെ വിൽക്കുന്ന ചേട്ടൻ, അതായിരുന്നു അച്ഛൻ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അമ്മാവന്റെ അടുത്ത് നിന്നാണ് അതൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ ഫൈറ്ററുകള്, എല്ലാത്തരം പക്ഷികള്. അതെ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് സ്വന്തമായിട്ട് നടക്കും. മരപ്പട്ടി തന്നെയല്ലേ പറയാ. മഴ കണ്ടമാനായപ്പോഴത്തേക്ക് പനി എന്തു വന്ന് ചത്തുപോയി. ഒന്നും നമ്മൾ പൂട്ടിയിടാറില്ല. ഒന്നിനല്ല, ഞാൻ കണ്ണാനുണ്ടായിരുന്നു. കുറെ വിളിക്കുമ്പോഴേ വരും, പുറത്തോട്ട് നടക്കുന്നുണ്ട് വിളിക്കുമ്പോഴേ ഞങ്ങളുടെ അടുത്ത് വരും. അങ്ങനത്തെ കുറെ ചിന്നനെണ്ണാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ചിന്നനെണ്ണാൻ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ വഴിയെ നമ്മൾ പറയാം. ഇനി നമ്മൾ അകത്ത് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ലേറ്റസ്റ്റ് നാക്ക് പഠിക്കണം കേട്ടോ. അതെ, ഇവിടെ കുളമുണ്ട്, താഴെ കൊറേ മീനെയൊക്കെ വളർത്തുന്നത്. അതെ, സത്യം കണ്ടോ. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. പക്ഷെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ പക്ക, അയ്യോ എന്ത് രസമാണെന്ന് അറിയാം അകത്ത് കാണാൻ. നമ്മളൊരു മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ്. കാരണം ഇവിടുന്ന് ഭയങ്കര വ്യൂ ആണ് താനും. ഇവിടുത്തെ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയ ഭയങ്കര രസമാണ് കാണാൻ. ഈ പെരിങ്ങളം സൈഡൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഈ അടിവാരം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആ ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മുടെ മീനച്ചിലാറിന്റെ ഏതാണ്ട് ഉത്സവം ഉള്ളത്. അപ്പൊ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ താമസം കുറവ്, പ്യുവർ വെള്ളവും കാര്യങ്ങളും ഒക്കെ, നീര് പോലത്തെ വെള്ളവും ആ രീതിയിലാണ്. എല്ലാം നാളെ കാണിച്ചു തരാം. അതെ, എല്ലാം കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, രാത്രി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് ഒന്നും അറിയാത്തല്ല അഭിനയിക്കുക. ഗ്രില്ലിനുള്ള ഇത്ര നേരം ഗ്രില്ലെവിടെ വെച്ചിട്ട് ഇന്ന് നമ്മൾ രാത്രി ഗ്രില്ല് ചെയ്യും. പിന്നെ ന്യൂ ഇയറിന് കുറച്ച് ബാക്കി വന്ന പടക്കമുണ്ട് ഇവിടെ, അത് നമ്മൾ പൊട്ടിക്കും. അത് പൊട്ടിക്കും, അതെ അത് പൊട്ടിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഓക്കെ, റൂമും കാര്യങ്ങളൊക്കെ ഇത് ജാതിക്ക ഹോം സ്റ്റേ അല്ലെ, ജാതിക്ക പ്ലാന്റേഷൻ ഹോം സ്റ്റേ, അതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു, അതാണ് കറക്റ്റ് പേര്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ വന്ന് സ്റ്റേയും കാര്യങ്ങളും എല്ലാം. ഞാൻ കുറെ പ്രാവശ്യം എപ്പോഴും ഒന്നും പഠിക്കണ്ട, ഉന്മാദാവസ്ഥയിലാണ് കുട്ടികളൊക്കെ. അതുകൊണ്ട് ഏതവസ്ഥ പിള്ളേർ വന്നാലും നമ്മളത് കാര്യാക്കാൻ നിൽക്കണ്ട. അതെ, അമ്മ എന്താ സോമ്പിയെന്ന് ഓർത്തു. അയ്യോ ആ പട്ടി അഴിച്ചു വിട്ടോന്ന്. അമ്മ ഇവിടെ ഒരു പട്ടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന്. ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ടൊക്കെ കുറെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്തുകൊണ്ടാ വരാൻ ലേറ്റ് ആയത്? ഇന്ന് നമ്മൾ വരാൻ രാത്രിയായത് ഞാൻ കുളിക്കാൻ കയറിയതുകൊണ്ടാണ്. അല്ല നമുക്ക് പറയാൻ പറ്റും. സത്യം, എന്റെ മുടി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പ്ലാൻ. പക്ഷെ ഇന്ന് നമ്മൾ ഗ്രില്ലൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഞങ്ങളെല്ലാരും മറ്റേ പൂച്ചയൊക്കെ നിൽക്കുന്നു, മീൻ കഴുകുമ്പോ നിൽക്കുന്ന പോലെ കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ. ഇതിപ്പാവും. ഞാൻ ചേട്ടനോട് മലയാളം അറിയാന്ന് വെച്ചു, കുറച്ച് അറിയാന്ന് വെച്ചു. ചേട്ടന്റെ പേരെന്താ? അനിൽ ചേട്ടൻ. എന്നോട് കുറച്ച് മലയാളം അറിയാന്ന്. ആണോ? നേപ്പാളിൽ നിന്നുള്ള ചേട്ടനാണ് അനിൽ ലാമ ചേട്ടൻ. ഓ അങ്ങനെ വിളിക്കാം നമുക്ക്. ഇല്ല, ചേട്ടൻ വന്നപ്പോ തൊട്ട് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ആവും അത്, ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ ഇത് ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ല് ചെയ്യുവോ ഇവിടെ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവോ? ആയിട്ടില്ല, തുറക്കാറായിട്ടില്ല ചേട്ടൻ. ഉദ്ദേശിച്ചത് തുറക്കാറായിട്ടില്ല. കുറച്ചു നേരം ഞങ്ങളുടെ ആക്രാന്തം തുടങ്ങിയിട്ട്. അതുകൊണ്ട് കുട്ടാപ്പി ചേട്ടനാണ് ഇത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഞങ്ങക്ക് വയറിളകും ഞങ്ങക്ക് സംശയമുണ്ട്. അതെ. പുറകിലേക്ക് നോക്കൂ. ഇതുണ്ട്, ഇതാണ് ക്യാമറയിൽ ഒട്ടും വരാൻ ആഗ്രഹിക്കാത്ത ഞങ്ങളുടെ സെലിബ്രിറ്റി ആണ് പോകുന്നത്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അമ്മ അത് കാണിക്കുന്നതൊക്കെ മാനസമൈനേ വരൂ. ക്യാമറ വരാൻ താല്പര്യമില്ല, എന്തോ കുഴപ്പം കടിച്ചിട്ട് ഒളിച്ചു വന്നിരിക്കുന്ന തോന്നുന്നു. അതെ എന്നെ കാണുന്നത് ആണ്ടെ. ചേട്ടൻ എന്നാണ്ടൊക്കെ തേക്കുന്നുണ്ടത്. ചേട്ടാ ദിസ് ഓയിലിംഗ് ദ ചിക്കൻ. മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ ഉണ്ടോ? എനിക്ക് അല്ലേ, കടുകെണ്ണ. സ്പെഷ്യൽ റെസിപ്പി ആണോ? സ്പെഷ്യൽ റെസിപ്പിയാ ഇത്. അൽഫാം ഗ്രിൽ ചിക്കൻ. അൽഫാം, അതെ. ഇവിടെ കുറച്ചുനാൾ നിന്ന് നമുക്ക് കടുകെണ്ണ വേണം. കണ്ട അമ്മയ്ക്ക് മനസ്സിലായോ? ഇവിടെ ഗ്രില്ല് ചെയ്യാൻ ഭയങ്കര ആംബിയൻസ് ആട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നല്ല രസം. രാത്രിയാകുമ്പോ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എപ്പോഴും രാവിലെ വരാറ്. പിന്നെ ഒരു പ്രാവശ്യം എന്റെ ബർത്ത്ഡേയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആയിരുന്നത് നമ്മൾ ഇവിടെയാ 18ാമത്തെ വയസ്സ്. 17-18 ഇവിടെ ആയിരുന്നു തോന്നുന്നു അന്നേരം. പക്ഷെ അന്നേരം കണ്ടിട്ടുണ്ട്, എന്നാലും ഇത്രയും സെറ്റപ്പ് ആ സമയത്ത് ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല രസമാണ്. താഴോട്ട് നോക്കുമ്പം ഭയങ്കര ഭംഗിയാ. ഇതിന് ഫാനൊക്കെ ഉണ്ട് ഈ പടക്കത്തിന്. കണ്ടോ ഫാനൊക്കെ ഉള്ള പടക്കം. എടാ ഇതൊന്ന് കത്തിച്ചു വെക്കടാ. അതാ പുക കാരണം നമ്മളെ കിട്ടത്തില്ല. നിക്കുവാ. അതൂട്ടാ, ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇവിടെ കയറി വരുമ്പോഴേ ഒരു ഹാളാട്ടോ, ഞാൻ കാണിച്ചു തരാം.
ഇവിടെ ഞാൻ ഓൾറെഡി കൊണ്ടുവന്ന ബാഗും സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം. ഇത് കണ്ടാലേ അറിയാം ആരാ ഇതിങ്ങനെ ആക്കിയതെന്ന്. അതൂട്ടനാണ് ഇതിങ്ങനെ ആക്കിയത്. ഭയങ്കര സുഖവും സമാധാനവും ഉള്ള സ്ഥലമാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഇവിടെ വീടാ, ഇങ്ങനെ ഒരു മിച്ചം പോലെ തൊട്ട് മേളിൽ നമ്മുടെ വീടുണ്ട്. അതുകൊണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അവരും അവിടെ ഉണ്ട്. അതുകൊണ്ടൊരു എന്നെ പറയുന്ന ഭയങ്കര ഹോംലി ഫീലാ, ശരിക്കും ഒരു ഹോം സ്റ്റേ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂംസ്. അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അത് കാണിച്ചു തരാം. നല്ല ഇന്റീരിയർ ആകട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓരോ റൂമിനും സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ റൂമിന്റെ, ഞാൻ ഇന്ന് ഈ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്റെ റൂമിന്റെ ബാൽക്കണി. അയ്യോ എന്നെ രസമാണ് ഇവിടെ. കണ്ടോ ഇവിടുത്തെ വ്യൂ നമുക്ക് രാവിലെ ആകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ നിറച്ച് ജാതി മരങ്ങളും പിന്നെ കുറെ മരവും. ഈ ഇങ്ങോട്ട് കയറി വരുന്ന ഏരിയ നമ്മളൊരു മറ്റേ റിസോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുക, നിറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട്. ഇനി നമ്മുടെ 2 റൂമിലും ഒരു ലോങ് മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം. വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച നേരത്തെ പോലെ തന്നെ എല്ലാ റൂമും ഒരുപോലെ തന്നെ. ഇവിടെ നമ്മുടെ വാനിറ്റി വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് വാഷ്റൂമും കാര്യങ്ങളൊക്കെ. മെയിൻ ബാൽക്കണി കാണിച്ചുതരാം. മെയിൻ ബാൽക്കണി കയറി വരുമ്പോൾ ലിവിങ്ങിന്റെ അവിടെയും ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്നാ നമുക്ക് വാഗമണ്ണിന്റെ ടോപ്പ് ഒക്കെ കാണാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവരൊക്കെ കടന്നു കഴിഞ്ഞു ഓൾറെഡി. ചോറെടുത്തു. ഇത് നമ്മുടെ ഗ്രില്ല് ചെയ്ത, കുറച്ചു മുന്നേ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ, അതിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. കണ്ടോ എല്ലാവരുടെയും പ്ലേറ്റ് കണ്ടോ, ഇച്ചിരി അതിനുള്ള സ്പേസ് ഇട്ടതാ അത്. ഓക്കെ, ക്രിസ്മസിനൊരു പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. താഴേന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എത്ര വിജൃംഭിച്ച് കിടക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇത്ര അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞങ്ങള് നേരത്തെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാരും കണ്ടു കാണും, നമ്മൾ ജാതിക്ക ഹോം സ്റ്റേയിൽ വന്നിട്ട് ഇന്നിപ്പോ രാവിലെ ആയിട്ടോ ഒരു 8:45 ആയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇവിടെ പ്ലാന്റേഷൻ ഹോം സ്റ്റേ ആണ്. അതുകൊണ്ട് ഇവിടെ നിറച്ചും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ഒരു 64 ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ വെജിറ്റബിൾസ്, മറ്റേ ഇതെന്നെ അമ്മ വഴുതനങ്ങ, വെണ്ടയ്ക്കാന്ന്, ബ്രിഞ്ചാൾ, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെ കാണാൻ പോകും. പിന്നെ ഇവിടെ ഫിഷ് ഫാം ഉണ്ട്. പിന്നെ എന്നാ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഉള്ളത്. ഫിഷ് ഫാം ഉണ്ട്. ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, അതെ, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ആട്, അത് തന്നെ. ഞാൻ ചോദിക്കായിരുന്നു ഇതിന് എന്തുകൊണ്ടാണ് ജാതിക്കാന്ന് പേരിട്ടെ. കാരണം ഇത് ചുറ്റിലും ജാതി മരമാണ് ഇതിന്റെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ജാതിക്ക ഹോം സ്റ്റേ എന്ന് പേരിട്ടത്. ഈ ടൗണിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാണാനുള്ള കാഴ്ച തന്നെയാണ്. അങ്ങനെ മിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയും പ്ലാന്റേഷൻസും സാധനമൊക്കെ വെച്ച് പിടിപ്പിക്കുക. അത് മാത്രമല്ല, ഈ ഫിഷ് ഫാമും കാര്യങ്ങളൊക്കെ ഭയങ്കര വെറൈറ്റിയാ. ഞാൻ പറയുന്നേ കഴിഞ്ഞ് ഞാൻ എല്ലാം കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, വായോ. ഇത് ഈ തോട്ട് ശരിയല്ല, ഞാൻ കാണിച്ചത്, ഞാൻ കാണിച്ചത്, ഞാൻ തോട്ട് പറിച്ചത്. കണ്ടോ, ഇതിന്റെ ഇലയ്ക്ക് പച്ചയും വെള്ളയും കളറാണ്. അതുകൊണ്ട് ഇതിന്റെ പേരയ്ക്കും പച്ചയും വെള്ളയും കളറായിരിക്കും. എന്റെ ഒരു തോരനുണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ ഉള്ള ഗസ്റ്റുകൾക്കെല്ലാം. ഇതാണ് കുഞ്ഞു ഭാഗം, ഇത് ഇത്ര വലുതാത്തുള്ളൂ കേട്ടോ. കണ്ട, പക്ഷെ നല്ല കയ്പായിരിക്കും അല്ലേ? അതെ,
എന്റെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ പാവയ്ക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് പാവയ്ക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇതൊക്കെ കാണിച്ചു തരും. അച്ഛക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ? അച്ഛക്ക് ഇങ്ങനത്തെ ഒക്കെ വലിയ ഇഷ്ടം. ഇതൊക്കെ നമ്മുടെ ആത്തയില്ലേ, ആത്തച്ചക്ക എന്നൊക്കെ പറഞ്ഞ അതിന്റെ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നുവേ. ഞാൻ ഈ പറയുന്ന ഒന്നും സിൻസിയർ ആയിട്ട് എടുക്കരുത്, എനിക്കിതിനെ പറ്റി വിവരമില്ലല്ലോ. വാ അച്ഛാ, ഒന്ന് നടക്കാവോ? ഓഹ്, എന്തെങ്കിലും ഒരു സാധനം കണ്ടാ പിന്നെ. ഇത് കണ്ടോ, ഇതെന്നാ? ഇതൊരു ലെമണിന്റെ വെറൈറ്റിയാണ് ഈ സാധനം. സീഡ്ലെസ് ആണോ അത്? കുരുവില്ലാത്ത നാരങ്ങ. ഇതേ ഈ പ്ലാവിന്റെ ഗുണമുണ്ട്, ആനിക്കായുടെ ഗുണമുണ്ട്. നമുക്ക് ഇതിനെ പ്ലാഞ്ഞിലി എന്ന് പറയാം അല്ലേ? അതെ, ഇതാണ് പ്ലാഞ്ഞിലി. ഇതുണ്ടല്ലോ, ഇതാണ് അബിയു ഫ്രൂട്ട് അല്ലേ അമ്മാവ? മഞ്ഞ കളറാണോ അതിന്? ഞാൻ അത് കഴിച്ചിട്ടില്ല കേട്ടോ. അബിയു കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണേ. പ്രായമായി കഴിയുമ്പോഴാണോ? അതിന്റെ വളർച്ചയായി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വേറൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമുണ്ട്. ഇവിടെ ഇതിന്റെ മേളില് വലിയൊരു മരമുണ്ടേ. അവിടെ നമ്മൾ ട്രീ ഹൗസ് പണിയാൻ പോവാ. ഞാൻ അത് ഇപ്പഴാ അറിയുന്നത്, എന്നോട് ഇപ്പഴാ പറയുന്നേ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം. എന്ന് വെച്ചാൽ അതിന്റെ സംഭവങ്ങളെല്ലാം ആയിരിക്കുക. ഇനി അത് പണിതാൽ മാത്രം മതി, അതിന്റെ ഒരു താമസമുള്ളൂ. അത് ഉടനെ ആവും. വലിയൊരു മരമാണ്, വലിയ മരം അത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കാണുന്ന വ്യൂ വാഗമണ്ണ. ഇതാണ് ഡുരിയാന. കണ്ടോ, ചക്ക പോലെ തന്നെ വേറൊരു സാധനം. അപ്പൊ നമ്മുടെ പ്ലാന്റേഷൻ ടൂർ ഇത്രേ ഉള്ളൂ. എന്റെ പൊന്നോ, അടിപൊളിയായിരുന്നു. ഇനി പോയി വല്ലതും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഇനി കഴിച്ചതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി ബാക്കിയൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. ടാറ്റാ.